ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഉമ്മ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെ വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? അപ്പം നമുക്കിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നോമ്പ് തുറക്കലിന് മിക്ക വീടുകളിലും ഉണ്ടാകുന്ന റവ കാച്ചാലേ. അപ്പോൾ അതിന് ഞാനിവിടെ ഒരു നാളികേരത്തിൻ്റെ പാലെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒന്നാം പാല് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. രണ്ടാം പാല് 2.5 കപ്പ് ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് 2 ഏലക്കായ ചതച്ചതും 1/2 കപ്പ് പഞ്ചസാരയും 1 പിഞ്ച് ഉപ്പും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അതെല്ലാം കൂടി നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് അടപ്പത്ത് വെച്ച് നമുക്കൊന്ന് നല്ലപോലെ തന്നെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അത് തിളക്കുന്ന സമയത്ത് ഞാൻ വേറൊരു പാൻ അടപ്പത്ത് വെച്ച് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 4 ടീസ്പൂൺ റവ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയ ടീസ്പൂണിലാണ് റവ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ പാല് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വറുത്ത റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ റവ എടുക്കണ്ട കേട്ടോ, ഈ ഒരളവിൽ തന്നെ എടുത്താൽ മതി. നല്ലപോലെ ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ റവ വറുത്ത ആ പാത്രത്തിൽ തന്നെ 3 ടീസ്പൂൺ സേമിയ ഇട്ട് കൊടുത്ത് അതും നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അതും ഞാനായ പാലിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒട്ടും കൈകി എടുക്കാതെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ കട്ട പിടിക്കും കേട്ടോ. പിന്നെ ഈ ഒരളവിൽ തന്നെ എടുത്താൽ മതി. പഞ്ചസാര ആയാലും റവ ആയാലും ഒക്കെ ഈ അളവിൽ തന്നെ എടുത്താൽ മതി. എനിക്ക് നല്ല പാകത്തെ മധുരമൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതൊരു 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കലക്കിയത് അതും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടി നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇത് പാല് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തിളക്കണ്ട കേട്ടോ. നന്നായിട്ടൊന്ന് ചൂടായിട്ട് ഇങ്ങനെ തിള വരുന്നൊരു പാകമില്ലേ, അപ്പം നമ്മൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് 2 ചുമന്നുള്ളി ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് അത് നല്ല പോലെ ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ. അതൊരു നന്നായിട്ട് തന്നെ മൂത്ത് വന്ന സമയത്ത് അതിലേക്ക് ഞാൻ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുമായി വന്നപ്പോൾ അതിലേക്ക് ഉണക്കമുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉണക്കമുന്തിരി ആയിട്ടുണ്ട്. ഞാനപ്പോൾ അത് റവയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റവ കാച്ചിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ നോമ്പിന് നിങ്ങളെല്ലാവരും വീട്ടിൽ ഇതേപോലെ തന്നെ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.